ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് ചിലപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അതും നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ആൻഡ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്, സ്ക്രീനിൽ ഇട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ അതിൽ ഞാൻ കോൾസ് റിസീവ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ ചാറ്റ് അയയ്ക്കുക ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. അതല്ലാണ്ട് വെബ്സൈറ്റ് ചാറ്റുമുണ്ട് ആൻഡ് ഇമെയിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് നിങ്ങളുടെ റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് പറയണതെന്ന് അവിടെ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഹാങ്ഡ് മാൻ. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 7 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 3 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 4 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ മൂൺ. ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജി പൈസീസ് എനർജിയാണ് ഇത്. പക്ഷേ ഇത് ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കുന്നത്, നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യാനാണ് ശ്രമിക്കണത്. ഈ സിറ്റുവേഷന് വേറൊരു പെർസ്പെക്റ്റീവിന് നോക്കാനാണ് ശ്രമിക്കണത്. ഈ പേഴ്സൻ്റെ എനർജി 4 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 4 ഓഫ് വാൻഡ്സ് ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ആക്ച്വലി ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ എനർജിയാണ്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയുമാണ്. അപ്പോൾ മേ ബി ഈ പേഴ്സണ് ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ടാവും. ഹാങ്ഡ് മാൻ ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ്, 6 ഓഫ് കപ്സ്. നിങ്ങളുടെ ഈ പേഴ്സൻ്റെ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഈ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ മനസ്സിലുള്ള പേഴ്സൺ. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഈ സമയത്ത് നിങ്ങളൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഓൾറെഡി ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജി 4 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു പുതിയ ബിഗിനിങ് ആണ് വേണ്ടത് ഇവിടെ. ഇപ്പോൾ ഇത് ഒരു പുതിയ പേഴ്സണും ആവാം, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പുതിയ പേഴ്സൺ ആവാം. ഓറൽസ് ഇത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. അവർക്ക് ഇത് പാസ്റ്റ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ ഇവർക്ക് റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. പക്ഷെ ഇതൊരു പുതിയ പേഴ്സൺ ആണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം നിങ്ങളുടെ ഹിസ്റ്ററി എന്താണെന്ന്, അവർക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് അറിയാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ രണ്ട് സൈഡിനും ഞാൻ എഫേർട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഗൈൻ ഇവിടെ മേ ബി നിങ്ങൾ രണ്ടാളും ഒരു ഓഫീസിൽ, സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണ എനർജി, ഫ്രണ്ട് സർക്കിൾ സെയിം ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ അടുത്തായിരിക്കും താമസിക്കുന്നുണ്ടാവുക ഒരു കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ടാവും.
പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് കണക്റ്റഡ് ചാലും നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു റീകൺസിലിയേഷന്റെ എനർജി ഉണ്ട്, തേർഡ് പാർട്ടിയുടെയും എനർജി ഉണ്ട്. അപ്പൊ 5 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ ആൻഡ് 9 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിജക്ഷന്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. ഒരു ഇവിടെ എഫേർട്ട് നിങ്ങൾ രണ്ടാളുടെ സൈഡിൽ നിന്ന് ഉണ്ട്, പക്ഷെ അത് ഉണ്ടായിട്ടും നിങ്ങൾ കുറച്ചൊരു ലോ എനർജിയിലാണ്, അത്ര ഇൻട്രസ്റ്റഡ് മാതിരി എനർജിയിലല്ല. ഓക്കെ, നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആയിട്ടൊരു എനർജിയിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷ് ഉണ്ട്, പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് ഇവിടെ എല്ലാം ഒരു നല്ല എനർജി അല്ല, ഒരു പോസിറ്റീവ് എനർജി അല്ല, കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഒരു നിങ്ങൾക്ക് ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യൂല, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യൂല, അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ ഇവിടെ പിക്കപ്പ് ചെയ്യണത്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ സിറ്റുവേഷനിൽ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ അഗൈൻ ഇത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആണ് വെച്ചാൽ ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനാണ് നോക്കണത്, ഈ സിറ്റുവേഷനെ റെന്യൂ ചെയ്യണോ വേണ്ടേന്ന്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഈ പേഴ്സന്റെ കൂടെ ഒരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കാൻ നോക്കണത്. ഇവിടെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾ ഈ പേഴ്സൺ പറഞ്ഞ ഇവിടെ ഒരു അട്രാക്ഷനും ഉണ്ട് കുറെ. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഷുവർ അല്ല. ഓക്കെ, നിങ്ങൾ ആ ഡിസിഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കണേ. പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾ ആ ഡിസിഷൻ ആലോചിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണേ. ഈ പേഴ്സന്റെ എനർജിയിൽ 9 ഓഫ് വാൻഡ്സ് ആണ്. അവർക്ക് പേടിയുണ്ട്, അത് നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ പേഴ്സൺ അതാണ് പേടി, അത് നിങ്ങൾ ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അവര് ഒരു സ്മോൾ ഓഫർ കൊണ്ടുവരേണ്ട, ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഓഫർ അവർ വെക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ അവർ ഷുവർ അല്ല നിങ്ങൾ ആ ഓഫറിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഈ പേഴ്സന്റെ എനർജിയിൽ എംപറർ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ മാരീഡും ആവാം. ഓക്കെ, അതുകൊണ്ടും ആയിരിക്കാം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എലിമെന്റും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഷുവർ അല്ല. ഓക്കെ, ഓണസ്റ്റ്ലി നിങ്ങൾ ഷുവർ അല്ല. നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന്. നിങ്ങളുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് കപ്സ്, ചാരിയറ്റ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും എന്ന്, പക്ഷെ ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റേബിൾ എനർജിയാണ്. നിങ്ങൾക്കൊരു മാരേജ് വേണം, നിങ്ങൾക്ക് കുട്ടികൾ വേണം, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി വേണം. പക്ഷെ ഈ പേഴ്സന്റെ കൂടെയാണോ അത് എന്ന് നിങ്ങൾ ഷുവർ അല്ല. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്. 3 ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സന്റെ ഇന്റൻഷൻ. അവർ വെയിറ്റ് ആണ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അവർ നിങ്ങളുടെ ഡിസിഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് അവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുക. 2 ഓഫ് പെന്റിക്കിൾസ്, അവരും ഷുവർ അല്ല നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യാൻ പോണേന്ന്. അപ്പോൾ അവരും വെയിറ്റ് ആണ് ചെയ്യണത്. അവർക്ക് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. പക്ഷെ അഗൈൻ ഇവിടെ ഒരു അൺഷുവർ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 4 ഓഫ് കപ്സ്. അപ്പോൾ എവിടെയോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് എനിക്കിവിടെ എനർജി കിട്ടുന്നത്. ഈ പേഴ്സൺ എത്രയും ഓഫർ തന്നാലും എവിടെയോ നിങ്ങൾ ആ മുമ്പത്തെ മാതിരി ആ ഇൻട്രസ്റ്റ് ഇല്ല. ഓരൽസ് ഇതൊരു പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ അത്ര പ്രയോറിറ്റൈസ് ചെയ്യില്ല. നിങ്ങളുടെ മനസ്സിൽ വേറെ പ്രയോറിറ്റീസ് ആണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഫാമിലി, മറ്റേ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ ഞാൻ കാണില്ല. പക്ഷെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. ഇതൊരു ഇമ്പൾസീവ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ആ ആക്ഷൻ നിങ്ങൾ എടുക്കണ്ടാവില്ല. പക്ഷെ എവിടെയോ ഫ്യൂച്ചറിൽ മേ ബി നിങ്ങൾ സഡൻലി ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്, ഓറൽസ് എന്തോ ക്ലോഷറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഫ്യൂച്ചറിൽ ഈ പേഴ്സന്റെ എനർജിയിൽ മൂന്നാണ്. മൂൺ ഒരു ഫിയറിന്റെ എനർജിയാണ്, സീക്രറ്റ്സിന്റെ എനർജിയാണ്.
ആങ്സൈറ്റിയുടെ എനർജിയാണ്. എത്രയും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇല്ലച്ചാൽ എത്രയും നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവണോ അത്രയും ഈ പേഴ്സണ് ആങ്സൈറ്റി കൂടുക ചെയ്യണേ. എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഇവിടെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്. ആൻഡ് എവിടെയോ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ എക്സ്പെക്ട് ചെയ്യണത് നിങ്ങളെന്തെങ്കിലും പറഞ്ഞ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈക്വലി എഫേർട്ട് ഇടും എന്നാണ് ഈ പേഴ്സന്റെ എക്സ്പെക്ടേഷൻ. പക്ഷെ മേ ബി അവരും അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണില്ല. ഇവിടെ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ഒരു ചെറിയ ഓഫറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ സൈഡിൽ നിന്നും അവർ എത്രയാ നിങ്ങളെ അവർക്ക് ആ മനസ്സിൽ ആഗ്രഹമില്ല എന്ന് നിങ്ങൾക്കും എക്സാക്ട്ലി അറിയില്ല. പറഞ്ഞാൽ അവർ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഡീപ്പ് ഫീലിങ്സ് ആണ് വെക്കണത്. പക്ഷെ ആ ഇന്റൻസിറ്റി നിങ്ങൾക്ക് മുഴുവൻ ഈ പേഴ്സന്റെ ഇന്റൻസിറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്. അതൊക്കെ അവർ ഹിഡൻ ആയിട്ടാണ് വെക്കണത്. ഓക്കെ, സീക്രട്ട് ആയിട്ടാണ് വെക്കണത്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ 10 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഔട്ട്കം കുറെ പോസിറ്റീവ് ആണ്. ഇവിടെ എന്താണ് ഈ 10 ഓഫ് കപ്സ് ഔട്ട്കം ആയിട്ട്? 7 ഓഫ് സോഡ്സ്. അപ്പോൾ ഔട്ട്കം പറഞ്ഞാൽ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് കുറെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ആണ് ഉണ്ടായിരുന്ന വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തിരിച്ച് കമ്മിറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ രണ്ട് സൈഡിൽ നിന്നും ഫീലിങ്സ് ഉണ്ട്. ആ ഫീലിങ്സ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ അവോയ്ഡ് ആണ് ചെയ്യണത്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ അവോയ്ഡ് ആണ് ചെയ്യണത്. ഇവിടെ മറ്റേ പേഴ്സൺ കുറെ സ്ട്രെസ്സും ആങ്സൈറ്റി ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്, 50-50 ചാൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ. പക്ഷെ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിനും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, ഈക്വൽ എഫേർട്ടും വേണം. അത് ഇല്ലച്ചാ പിന്നെ അത് വേറെ ഈ റിലേഷൻഷിപ്പ് ഒരു ബ്ലോക്ക്ഡ് റിലേഷൻഷിപ്പ് തന്നെയാവും. എന്നുവെച്ചാൽ നിങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു എസ്കേപ്പ് ചെയ്യണ എനർജിയിൽ. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ താല്പര്യമില്ല. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ ആ ഡയറക്ഷനിലേക്ക് അല്ല പോണേ. നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് അറിയാം വേണമെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ ആദ്യം റിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിൽ അല്ല ഇൻട്രസ്റ്റ് കാണിക്കണത്. നിങ്ങൾ വേറെ ഡയറക്ഷനിലേക്കാണ് മാറി പോണത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിലും കുറെ സ്ട്രെസ്സും ആങ്സൈറ്റിയാണ് ഞാൻ കാണുന്നത്. അതിന്റെ കാരണം അപ്പോൾ ജാനുവരിയിൽ എന്തായാലും ഞാൻ ഇവിടെ ഒരു പ്രോഗ്രസ് ആയിട്ട് കാണില്ല. അപ്പൊ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇല്ല മെസ്സേജസ്? അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് ഉള്ളത്? I am becoming a better person. It was my fault, but I blamed you. I can't stop thinking about you. അപ്പോൾ ഈ പേഴ്സൺ കോൺസ്റ്റന്റ്ലി നിങ്ങളെ കുറിച്ചാണ് അവരുടെ മനസ്സിലുള്ളത്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് ആണ്. ഐ റിമെമ്പർ എവറി ഡീറ്റെയിൽ ഓഫ് ദാറ്റ് ഡേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. ടോറസ്, ഇവിടെ കുറെ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ ഉണ്ട്, ഏരീസ് ഉണ്ട്, വെർഗോ ഞാൻ പറഞ്ഞു, ക്യാൻസർ ഉണ്ട്, പൈസീസ് ഉണ്ട്, വാട്ടർ സൈനും ഫയർ സൈൻ. ഇതാണ് ഞാൻ കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.